എങ്ങനെയുണ്ട്? അയ്യാ കിതക്കണത്. തണുപ്പുണ്ടോ ഇല്ലേന്ന് പറഞ്ഞു കൊടുത്ത അവരോട്. ഹലോ, ഞാനപ്പോ ഹൈപ്പ് കൊടുത്ത ആൾക്കാർക്ക് ഊഹം കൊടുക്കാം. അതായത് ഞങ്ങൾ ഈ സൈഡ് വ്യൂ ഞങ്ങൾ മൈസൂർക്കാണ് ഊട്ടിക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ സ്ട്രീറ്റിലൂടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ മാർക്കറ്റ്. നല്ല മണോട്ടാ. എനിക്കൊരു പൂ മേടിച്ചതോ? സാമ്പാർ വട പറഞ്ഞേക്കണം. അപ്പോൾ അവർ അതിനൊപ്പം കേസരിയൊക്കെ ഉണ്ട്. എന്തൊക്കെ പൊടികളുണ്ട്? തുറന്ന് തമിഴ് വരാതെ ഗായ്സ്, സോ പ്ലീസ് എക്സ്ക്യൂസ് മൈ തമിഴ്. இப்போ பண்ண முடியல. எனக்கு வலி, கை ரொம்ப வலிதா. വെറുതെ ഇങ്ങനെ കുത്തി ഇരുന്നിട്ട് വ്ളോഗ് വാവ്. ഇങ്ങ ரொம்ப ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കിടക്കും. കാവേരി കഫേ ഇരുന്നത് മില്ലറ്റ് ഫുഡും കിടക്കും. അത് കാവേരി കഫേ അല്ലേ? KFC റെസ്റ്റോറന്റ്. இந்த குட்டி சாதனம் ரொம்ப ரொம்ப தலைவேதனை. எனக்கு ரொம்ப தலைவேதனை ஆயிருக்கேன். அப்படி ഇതാണ് അവസ്ഥ. നല്ല മഴയാണ് ഗായ്സ്. കോരങ്ങനെ കണ്ടോ? കോരങ്ങനെ ഹായ്. അച്ഛയുടെ ഫ്രണ്ട്സ് ജാനു. അതൊക്കെ ഹമ്പാണ്. എല്ലാത്തിനും ഞാൻ വേണമെന്ന് വെച്ചാൽ എന്താ ചെയ്യാം. ഞാൻ ഇനിയും നിങ്ങളെ റോഡ് കാണിച്ചു വെക്കുന്നില്ല. ബാക്കിൽ കിടന്നുറങ്ങുന്ന ജാനു എവിടെ? ഇനി 20 കിലോമീറ്റേഴ്സ് മോർ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ എത്തിയിട്ടോ. കൂണൂരൊക്കെ കഴിഞ്ഞു. അറവൻകാട് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ റോഡ് നോക്കിയപ്പോൾ അതാ കണ്ടേ. ഇപ്പോൾ ഒരു കോഫി കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണ്. ജാനുവരി നല്ല ഉറക്കമാണ്. പിന്നെന്താ, നല്ല തണുപ്പുണ്ട് ഗൈസ്. നല്ല തണുപ്പുണ്ട്, നല്ല മഴയുണ്ട്. അത് കാരണം നല്ല കോടയാണ്. പുതിയ ഫാഷനാണോ നിക്കൽ? reached. Hi guys. Allah, പോകണം.
Nikhil Armenon, Yeah, how's the Josh? good. ഈവനിങ് നമുക്ക് ഇവിടെ ലഞ്ച് കഴിച്ചിട്ടില്ല കേട്ടോ, പക്ഷെ ഈവനിങ് മെനു നോക്കാണ് നമ്മൾ. ഫ്രഞ്ച് ഫ്രൈസ് ഓഫ് കോഴ്സ് എന്തായാലും പറയാം നമുക്ക്. ജാനി, അത് നോക്കിയിട്ട് നിനക്ക് എന്താ മനസ്സിലായ ജാനി? ജാനി എന്താ മനസ്സിലായ അത് നോക്കിയിട്ട്? ഫുഡ് ഇപ്പോൾ വരൂ കേട്ടാ. കുറച്ചു നേരം കഴിയട്ടെ, എന്നിട്ട് ചൂടാറിയിട്ട് നമുക്ക് കഴിക്കാം. ഇത് കൈ തരാൻ പാടില്ല എന്നാണ് പറയണത്. എങ്ങനെയുണ്ട്? കണ്ടിട്ടില്ല. എങ്ങനെയുണ്ട്? നമ്മളൊരു ചിക്കൻ നൂഡിൽസും ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും കേട്ടോ. ഹലോ ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ ജാനിക്ക് ഒരു തൊപ്പി മേടിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. ജാനിയുടെ തൊപ്പി കാണിച്ചേ. വാ, ഗ്ലൗസ് കാണിച്ചേ. നമ്മൾ ഇത്ര തണുപ്പ് ഇവിടെ വിചാരിച്ചില്ല, നല്ല തണുപ്പുണ്ട് അല്ലേ. ആ കാണുന്നതാണ് കെറ്റി റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് നാളെ ഇവിടെ നിന്നാണ് ട്രെയിൻ. നമ്മൾ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത്. ജാനി പറഞ്ഞ ക്ലൈമറ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു ഇവിടുത്തെ? ആണോ? ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ ഗായ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്ട്രോബെറിയുടെ അതൊക്കെ. സ്ട്രോബെറി മാത്രമല്ല, എല്ലാ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. നാളെ മേടിക്കാം ജാനു. അവിടുന്ന് പട്ടി വിളി കേട്ടു. ഇവിടുന്ന് ചാടിക്കൊണ്ടോ? ഇവിടുന്ന് ചാടിയോ? ഇനി ഇവിടുന്ന് ചാടിക്കോ. ഒറ്റ ചാടി. ഞങ്ങൾ കളിക്കാൻ പോവാണ് ഗായ്സ്. അയ്യാ, കേതൊക്കെയാണ്. ഇതേതായി കുട്ടി? അങ്ങോട്ട് ജാനി നോക്ക് ആട്. വാ, ആട് നോക്ക്. നമ്മൾ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മഴയൊക്കെ നിന്ന്. ഇവിടെ ഒരു ടൊമാറ്റോ നോസ് വരുന്നുണ്ട്. ടൊമാറ്റോ നോസ് ഉള്ള ഒരു കൊച്ചു വരുന്നുണ്ട് ഇവിടെ. ഇവിടെ നോക്ക്. നമുക്ക് യൂട്യൂബിലെ തംബ്നെയിലാക്കാം ജാനി. പിടിക്കാൻ നല്ല സുഖമുണ്ടോ നിങ്ങ ഈ ഒരു സ്വെറ്റർ ആയ കാരണം? നീ കാപ്പിട്ടെ, പിന്നെ എന്തിനാ കാപ്പ് മേടിച്ചേ? എന്താ നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വന്നേ. ഞാൻ അതുകൊണ്ട് സ്വെറ്ററും ഞാൻ ഇങ്ങനത്തെ ഒരു
ആയിട്ടുള്ളതൊന്നും എടുത്തിട്ടില്ല. ഇത് ജോഗർ കണ്ടാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഇതിവിടെ വയ്ക്കാം. ഓക്കെ, നമ്മൾ ജാനി പറഞ്ഞു കൊടുക്കൂ ഈ റിസോർട്ടിനെ പറ്റിയിട്ട്. തണുപ്പുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞു കൊടുത്ത അവരോട്. ഹലോ, ഞാനപ്പോൾ ഹൈപ്പ് കൊടുത്തതോ? തണുപ്പുണ്ട് പറ. ജാനിയുടെ നോസൊക്കെ ഇരിക്കുന്നുണ്ടോ? ടൊമാറ്റോ അല്ലേ? ആ കുക്കു. ഞങ്ങൾ രണ്ടുപേരും ഓവർ എക്സൈറ്റ്മെൻറ്റിൻ്റെ ആൾക്കാരാണ് ഗായ്സ്, അല്ലേ? കൊള്ളാല്ലേ? ഈ മഴ പെയ്യുമ്പോഴത്തേക്കും ഈ ഗ്രാസൊക്കെ കാണുന്നൊരു പ്രത്യേക ഭംഗിയല്ലേ? അതാ എന്ത് രസാലം എങ്ങനെ ഇരിക്കാൻ ജാനി. നമുക്ക് പോകണ്ട വീട്ടിലോട്ട്. ജാനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ടോ? സീരിയസ്ലി? ഹൗ ക്യാൻ യു സേ ലൈക്ക് ദാറ്റ്? നിനക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ടെന്നോ? സീരിയസ്ലി? ഞങ്ങൾക്ക് മിനിഞ്ഞാന്ന് വരെ കോൾഡായിരുന്നു കേട്ടോ. ജാനി ഓൾറെഡി റൂം ടൂർ നമുക്ക് കളിക്കാം. എന്നിട്ട് നല്ലോണം കിടന്നുറങ്ങി. ഇന്നലെ രാത്രി എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ആകെ ഒരു 1 hour ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എവിടെ പോകുമ്പോഴും എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടുതലുള്ള ഒരു ആളാണ് ഞാൻ. എന്നിട്ട് ലിറ്ററലി ഞാനൊരു 1 hour കിടന്നുറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് എവിടെ പോയി ഇടയ്ക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പോൾ എന്നിട്ട് 3:45 ഒക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റു. അവൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു. അവൾക്ക് മാത്രമേ ഉണ്ടാക്കി എടുത്തുള്ളൂ കേട്ടോ. പക്ഷെ അത് കഴിച്ചില്ല. ഇപ്പം കൊടുക്കണം. പിന്നെന്താ ജാനി, നിന്നെ നല്ല രസമുണ്ട് കാണാൻ. ഇതിൽ സ്നോ ബോൾ പോലെ ഇരിക്കണില്ലേ ജാനിക്കു? ടീയും സ്നാക്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കുടിക്കാൻ വേണ്ടി പോവാം. എങ്ങനെയുണ്ട് ഫുഡ് റിവ്യൂ ചെയ്ത്? എങ്ങനെയുണ്ട് പറ. എങ്ങനെയുണ്ട് ഫുഡ് റിവ്യൂ പറ. അവരോട് എങ്ങനത്തെ ടേസ്റ്റാന്ന് പറഞ്ഞു കൊടുക്കൂ. അത് വേണ്ട, അത് ഭയങ്കര വലുതാ. നമുക്ക് അവിടെ ഗാർഡനിൽ പോവാം. ബാ ജാനി, എന്താ അത്? ആ ബാബാ